ആൽക്കഹോൾസിൻ്റെയും ഫീനോൾസിൻ്റെയും കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ദ റിയാക്ഷൻസ് ഇൻവോൾവിങ് ദ ക്ലീവേജ് ഓഫ് COH ബോണ്ട്. ആൽക്കഹോളിനും ഫീനോളിനുമുള്ള കാർബൺ OH ബോണ്ടിന് ബ്രേക്കേജ് സംഭവിച്ചുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ആൽക്കഹോൾസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൽക്കഹോൾസ് ഇൻവോൾവിങ് ദ ക്ലീവേജ് ഓഫ് OH ബോണ്ട് ഇൻ മെനി കെമിക്കൽ റിയാക്ഷൻസ്. ഒരുപാട് കെമിക്കൽ റിയാക്ഷനുകളിൽ ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ കാർബൺ OH ബോണ്ടിൻ്റെ ബ്രേക്കേജ് നടക്കാറുണ്ട്. എന്നാൽ ഫീനോളിൻ്റെ കേസിലാണെങ്കിൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻ നടക്കുന്നത് സിങ്കിൻ്റെ പ്രസൻസിലാണ്. ഇൻ ദ കേസ് ഓഫ് ഫീനോൾസ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് only takes place with zinc. സിങ്കിൻ്റെ പ്രസൻസിൽ മാത്രമേ ഫീനോളിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ആൽക്കഹോളുകൾ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജനും ഹാലജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ്. അതായത് HX എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൽക്കഹോൾസ് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ they will undergo reaction and form corresponding alkyl halide. ആൽക്കഹോളുകൾ ROH ഗ്രൂപ്പുള്ള ആൽക്കഹോളുകൾ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നോക്കൂ. ആൽക്കഹോളിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ROH അല്ലേ? ROH എന്ന് പറയുന്ന ആൽക്കഹോള് ഹൈഡ്രജൻ ഹാലൈഡ് HXുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോളിലെ ആൽക്കൈൽ പാർട്ടും ഹൈഡ്രജൻ ഹാലൈഡിലെ ഹാലജൻ പാർട്ടും ജോയിൻ ചെയ്തുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സാധാരണയായിട്ട് ആൽക്കഹോളുകൾ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. ഈ റിയാക്ഷനെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആൽക്കഹോളിലുള്ള COH ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പെട്ടിട്ടാണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഇതൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എഥനോൾ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എഥനോൾ C2H5OH it undergo reaction with a hydrogen halide, that is hydrogen chloride. HCl എന്ന ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു. ഇവിടെ ഈ പ്രൈമറി ആൽക്കഹോള് HClമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിന് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. ഈ റിയാക്ഷൻ നടക്കുന്നത് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെയും കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും ആൻഡ് ഫോം കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്, അതായത് ഈഥൈൽ ക്ലോറൈഡ് എന്ന ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ മോളിക്യൂളും ഉണ്ടാവുന്നു. അതിനാൽ ആൽക്കഹോളുകൾ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടുണ്ടാകുന്ന റിയാക്ഷനിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് ക്ലീവ് ചെയ്യപ്പെട്ടിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇത്തരത്തിലുള്ള ആൽക്കഹോളുകൾ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടുള്ള റിയാക്ഷനിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് പലതരം ആൽക്കഹോളുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടേർഷ്യറി ആൽക്കഹോൾ. ഈ 3 ആൽക്കഹോളുകളും ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ചില വ്യത്യസ്ത തരത്തിലാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്ന് പഠിക്കാം. ആൽക്കഹോൾസ് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലാണ്. അതായത് പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ടേർഷ്യറി ആൽക്കഹോളിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു റിയാക്ഷനായിട്ട് നമുക്ക് ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ടെസ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് ടെസ്റ്റ്. അപ്പോൾ എന്താണ് ലൂക്കാസ് ടെസ്റ്റ്? 3 ഡിഫറെൻറ്റ് തരത്തിലുള്ള ആൽക്കഹോളുകളെ, അതായത് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആൽക്കഹോളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. ഇൻ ദിസ് ടെസ്റ്റ് ആൽക്കഹോൾസ് ആർ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് HClഉം അതോടൊപ്പം തന്നെ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ് അല്ലേ? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആൽക്കഹോളുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും.
എങ്ങനെയാണ് ഇവയെ ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ് ലൂക്കാസ് റിയേജൻറ്റ്. അപ്പോൾ എന്താണ് ലൂക്കാസ് റിയേജൻറ്റ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഈ ലൂക്കാസ് റിയേജൻറ്റ് ടേർഷ്യറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ ഇവയിൽ ഓരോന്നിലേക്കും ആഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടേർഷ്യറി ആൽക്കഹോൾ ആണ്. ഈ ടേർഷ്യറി ആൽക്കഹോളിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും മിക്സ്ചർ ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടർബിഡിറ്റി അപ്പിയർ ചെയ്യുന്നത് കാണാം. എന്താണ് ഈ ടർബിഡിറ്റി? ഒരു തരത്തിലുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനാണ് ഈ ടർബിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡ് വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇൻ ദ കേസ് ഓഫ് ടേർഷ്യറി ആൽക്കഹോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ടർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി. അതിൻ്റെ അർത്ഥം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആൽക്കഹോൾ ടേർഷ്യറി ആൽക്കഹോൾ ആണ് എന്നുള്ളതാണ്. ഇനി സെക്കൻഡറി ആൽക്കഹോളിലേക്കാണ് ഈ ലൂക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്യുന്നതെങ്കിലോ ഇവിടെ ടർബിഡിറ്റി അപ്പിയർ ചെയ്യുന്നത് ഏകദേശം 5 മിനിറ്റിന് ശേഷമാണ്. ദാറ്റ് മീൻസ് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്നത് കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ്. അങ്ങനെയുള്ള ആൽക്കഹോളുകൾ സെക്കൻഡറി ആൽക്കഹോളുകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി പ്രൈമറി ആൽക്കഹോളിൻ്റെ കാര്യത്തിലോ, പ്രൈമറി ആൽക്കഹോളിലേക്ക് ലൂക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു മിക്സ്ചറിനെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ വൈറ്റ് ടർബിഡിറ്റി ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം റൂം ടെമ്പറേച്ചറിൽ ഈ ആൽക്കൈൽ ഹാലൈഡ് ഫോർമേഷൻ പ്രൈമറി ആൽക്കഹോളുകൾ നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിനാൽ പ്രൈമറി ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ ഈ ലൂക്കാസ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ റിയാക്ഷൻ മിക്സ്ചറിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ആൽക്കഹോളുകൾ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈഡാണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആൽക്കഹോളുകൾ അവിടെ റിയാക്ഷനിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്റിനെയാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ലൂക്കാസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ടേർഷ്യറി ആൽക്കഹോളിനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സെക്കൻഡറി ആൽക്കഹോളിനെയും പ്രൈമറി ആൽക്കഹോളിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു.